ഇതുവരെ കാണിച്ചതിന് കുറച്ച് വ്യത്യസ്തമാണല്ലേ. അപ്പോൾ കുറച്ച് വ്യത്യസ്തമായിട്ട് കാണുന്നത് കൊണ്ട് പേടിക്കണ്ട, പക്ഷേ പേടിക്കണം, കുറച്ച് വില്ലനാണ്. അത്യാവശ്യം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണ്. നമുക്ക് ഏത് രീതിയിലാണോ ഇതാവശ്യം അതുപോലെയാണ് നമ്മളിതിൻ്റെ ഇങ്ങനെയല്ല, ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെയാണ് നമ്മളിത് ഇവിടെ നിന്നാണ് ആക്സസ് ചെയ്യുന്നത്. അത്യാവശ്യമാണെങ്കിൽ മാത്രം ഇതിവിടെ ഓൾറെഡി സോൾഡർ ചെയ്ത് വരാത്തതിൻ്റെ കാരണം അതാണ്. നമുക്കിത് ഇങ്ങനെ മറ്റൊന്നിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് പ്രോഗ്രാം ചെയ്യാനും പവർ ചെയ്യാനും നമുക്ക് ഈ മൈക്രോ USB സ്ലോട്ട് വഴി ഉപയോഗിക്കാം. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഒരു വിമോസ് D1 ESP ROM 02 ബോർഡ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മളിപ്പോൾ ഒന്ന് സ്ലോയിൽ പറയാം. WEMOS D1 ESP, സ്പെല്ലിംഗ് ശ്രദ്ധിച്ചോളൂ, WROOM 02 മൊഡ്യൂൾ. അപ്പോൾ ഇത് മൈക്രോ കൺട്രോളർ ഇൻക്ലൂഡഡ് ആണ്. അതായത് ഇവിടെ ഒരു 32 ബിറ്റ് മൈക്രോ കൺട്രോളർ നിങ്ങൾക്ക് കാണാം. ഇതൊരു പ്രോഗ്രാം പോർട്ട് ആൻഡ് പവർ പോർട്ട് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇതിന് വർക്ക് ചെയ്യാനുള്ള പവർ നമുക്ക് ഇവിടെയുള്ള ഈ ബാറ്ററി വഴി നമുക്ക് ഇതിൽ പവർ കിട്ടും, സേവ് ആവും. ലോ പവർ കൺസംഷൻ ആയതുകൊണ്ട് തന്നെ ഒരു ചാർജിങ്ങിൽ തന്നെ ഒരുപാട് ടൈം കിട്ടും. പിന്നെ ചാർജിങ് ആൻഡ് പ്രോഗ്രാമിങ് ഒരേ സമയം നടക്കും. നമുക്ക് പ്രോഗ്രാം ചെയ്യേണ്ട ആവശ്യമുള്ളപ്പോൾ മാത്രം പ്രോഗ്രാം കൊടുക്കാം, അല്ലാത്തപ്പോൾ ഇത് ചാർജർ, അതായത് ഇതിന് പവർ സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്തിടാം. പവർ ഇല്ലെങ്കിലും അതിൻ്റെ ഫങ്ഷൻ കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് ബാറ്ററി ഇൻക്ലൂഡ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ വൈഫൈ വഴി നമുക്ക് റിമോട്ട് ആക്സസ് ചെയ്യാം. ബാക്കി കാര്യങ്ങളൊക്കെ ഇതിനകത്തുള്ള പ്രോഗ്രാം വഴി നമുക്ക് മറ്റ് കാര്യങ്ങൾ ഫങ്ഷൻസ് നമുക്ക് ഇതിനെക്കൊണ്ട് ചെയ്യിക്കാൻ നമുക്ക് റിമോട്ടിലി ആക്സസ് ചെയ്യാം. വേറെ ഒരു സ്വിച്ച് ഈ ഭാഗത്ത് വരുന്നത് ഒരു ഫ്ലാഷ്, ഒരു റീസെറ്റ്, 2 സ്വിച്ച് വേറെ എക്സ്ട്രാ ഉണ്ട്. പിന്നെ ഇതിലേക്കുള്ള ബാറ്ററി വരുന്നത് ഈ ടൈപ്പാണ്. അപ്പോൾ നമ്മളിപ്പോൾ ബാറ്ററി ഇട്ടിട്ട് കാര്യമില്ല, ഇതിൽ പ്രോഗ്രാം ഓൾറെഡി ഇല്ല, അത് ഫ്രഷാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പൊളാരിറ്റി നോക്കിയിട്ട് ഈ ഭാഗത്തേക്ക് പ്ലസ് എന്നുണ്ടല്ലോ, ഇവിടെ പ്ലസ് ആണ്. അപ്പോൾ നമ്മൾ ബാറ്ററിയുടെ പൊളാരിറ്റി കറക്റ്റാക്കി വെച്ചിട്ട് ബാറ്ററി ഇടുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് ഫങ്ഷൻസ് ഒന്നുമില്ല, അതായത് ബാറ്ററിയിലും ചാർജ് ചെയ്യേണ്ട ആവശ്യമുണ്ടാവും. ഇത് ഫ്രഷ് പാക്ക് പൊട്ടിച്ചതാണ്. അപ്പോൾ അത് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്നറിയാൻ നമുക്കത് പവർ കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഓഫ് ചെയ്തു. രണ്ടാമതും ഒന്നും കൂടെ ഓൺ ചെയ്യാം. ഒന്ന് റീസെറ്റ് ചെയ്ത് നോക്കിയാൽ ഇതിലിപ്പോൾ മെമ്മറി ഇല്ല, കാലിയാണ്. അതായത് ഇത് ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് പ്രോഗ്രാം ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പവർ ഇൻഡിക്കേറ്റർ മാത്രമേ ഇപ്പോൾ ഇവിടെ കാണിക്കുള്ളൂ. അപ്പോൾ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാലേ ബാക്കി ഫങ്ഷൻസ് വർക്ക് ചെയ്യുള്ളൂ. ഇവിടെ ഇപ്പോൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് ഫ്ലാഷ് ചെയ്യാനും മറ്റതിൻ്റെ LED നമുക്ക് ഈ ഭാഗത്തായിട്ട് കാണാം. അവിടെ ഒരു LED ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ ബോർഡിൻ്റെ ഫങ്ഷൻസ്. ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഹോം ഓട്ടോമേഷൻ, അതുപോലെ ഈ സ്മാർട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. അറിയില്ലെങ്കിൽ കമൻറ്റ് ചെയ്യണം, തീർച്ചയായിട്ടും നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആക്കാം. പിന്നെ ഇൻഡസ്ട്രിയൽ കൺട്രോൾസിന് ഇപ്പോൾ എങ്ങനെയാണ് പറയുക, അത് കുറേ പറയാനുണ്ട്. ഇൻഡസ്ട്രിയൽ കൺട്രോൾസ്, മറ്റ് സ്മാർട്ട് ഹോം, സ്മാർട്ട് ഡിവൈസസ്, അതൊക്കെ അങ്ങനെയുള്ള എംബഡഡ് സിസ്റ്റങ്ങളിൽ വൈഫൈ കണക്ടിവിറ്റി ഉപയോഗിച്ചിട്ട് ആ ലോ പവർ കൺസംഷനിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യിക്കാൻ ഇതിനകത്തുള്ള 32 ബിറ്റ് മൈക്രോ കൺട്രോളർ ഉപയോഗിച്ച് ഈ വൈഫൈ വഴിയുള്ള കൺട്രോളുകളും ഉപയോഗിച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യിക്കാം. അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു ഡിവൈസാണ്. നമുക്ക് ഇതിനെ പറ്റിയുള്ളതും മറ്റ് ഡിവൈസുകളെ പറ്റിയുള്ള കൂടുതൽ നമുക്ക് ഫങ്ഷൻ ചെയ്ത്, അതായത് വർക്ക് ചെയ്ത് പഠിക്കാനാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആ സമയത്തേക്ക് കൂടുതൽ മനസ്സിലാക്കാം. അതായത് വർക്ക് ചെയ്ത് ഫങ്ഷൻ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബെസ്റ്റ് ഒരു കാര്യം പഠിക്കാൻ. അപ്പോൾ അത് ചെയ്യാനുള്ള ആ സമയത്തേക്ക് നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാം. അപ്പോൾ ഇതിന് മുൻപത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മളിവിടെ എൻഡ് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക.